ഹലോ നമസ്കാരം. 2 ദിവസം മുമ്പ് എൻ്റെ സുഹൃത്തിനെ കണ്ടുകിട്ടിയപ്പോൾ അവൻ എന്നോട് വളരെ സീരിയസ് ആയിട്ടൊരു ചോദിച്ചു. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, പക്ഷെ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം, ഒരു ഐഡിയ ഇല്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തരുമെന്ന് ചോദിച്ചു. അത്തരം ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അതായത് എവിടെ തുടങ്ങണം, ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ അല്ല, അബ്സല്യൂട്ട് ബിഗിനേഴ്സ് ആയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സംസാരിക്കുകയാണ്. നിങ്ങൾ ഏത് നിമിഷത്തിലാണോ സംസാരം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ഭാഷാ പഠനം ആരംഭിക്കുന്നത്. ഞാൻ ഹിന്ദി ഭാഷാ പഠനം ആരംഭിക്കുന്ന സമയത്ത് മേ അബി ടീക്ക്, ഞാനിപ്പോൾ ഓക്കെ ആണ്, ഞാൻ നിന്നെ കണ്ടപ്പോൾ സന്തോഷവാനാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയാൻ, ഹിന്ദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിച്ച സമയത്ത് ഞാൻ ഓക്കെ ആണ് എന്നുള്ളതിൻ്റെ ഹിന്ദി എനിക്കറിയാം, മറ്റേതിൻ്റെ ഹിന്ദി എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് നോക്കി അങ്ങനെ ഞാനത് പഠിച്ചു. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സംസാരം സ്റ്റാർട്ട് ചെയ്യുന്ന ആ എക്സാക്റ്റ് മൊമെൻറ്റിലാണ് നിങ്ങളുടെ ഭാഷാ പഠനം ആരംഭിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സംസാരിക്കുക. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അത് ചെയ്തു, ഇത് ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇനി സംസാരിക്കാൻ മടിയില്ലവർക്ക് ഉള്ളിൽ സംസാരിക്കുക. ഇങ്ങനെ സി ഇറ്റ്സ് നോബഡി ഗോയിങ് ടു ഹിയർ യു. നിങ്ങൾ ആരും കേൾക്കുന്നില്ല, അപ്പം മടിയൊന്നും വിചാരിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സംസാരിക്കാം. ഞാൻ ശരിക്കും ഇത് അപ്ലൈ ചെയ്തതിൻ്റെ ഒരു പരിചയത്തിൽ മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ നടക്കുന്ന സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ പറയും. ഒരാളിങ്ങനെ നടന്നു പോകുന്നു, എ മാൻ വാക്കിംഗ്, എ ഡോഗ് ഈസ് പാർക്കിംഗ്, ബസ് ഇറ്റ്സ് ട്രാവലിംഗ്, ബസ് ഇസ് ഗോയിങ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. ഏത് മൊമെൻറ്റിലാണോ നിങ്ങൾ ധാരാളമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കൽ ആരംഭിക്കുന്നു അപ്പോഴാണ് നിങ്ങൾ ഭാഷാ പഠനം ആരംഭിക്കുന്നത്. രണ്ടാമത് അവൻ എന്നോട് ചോദിച്ചത്, ഞാൻ അങ്ങനെ അവനോട് പറഞ്ഞത്, നീ എന്ത് ചെയ്യണം, സംസാരം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത് അവൻ ചോദിച്ചു, അപ്പം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ വെച്ചാൽ, ബൈ ഹാർട്ട് ചെയ്യുന്നത് മേ ബി നല്ലതായിരിക്കും. പക്ഷെ ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, ബൈ ഹാർട്ട് ചെയ്യുന്നത് ബൈ ഹാർട്ടായിട്ട് അവിടെ കിടക്കും, പക്ഷെ സംസാരിക്കും നാവും തുമ്പത്തേക്ക് വരില്ല. നാവിൻ്റെ തുമ്പത്തേക്ക് വരണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ആ പദങ്ങൾ നമ്മുടെ നിരന്തരമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ആ ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് നെക്സ്റ്റ് സമയത്ത്, നമ്മുടെ ആവശ്യ സമയത്ത് അത് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നിങ്ങൾ സംസാരിക്കണം. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, കൺസിസ്റ്റൻ്റ് ആവണം. ഒരു ദിവസം ജിമ്മിൽ പോയിട്ട് നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. പക്ഷെ നിങ്ങൾ നിരന്തരമായിട്ട് എന്നും നിങ്ങൾ നിരന്തരമായിട്ട് 10 ദിവസം എക്സസൈസ് ചെയ്തോ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ ലാംഗ്വേജ് ഈസ് ഓൾസോ ദ സെയിം ലൈക്ക് ഡൂയിങ് എക്സസൈസ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളൊരു എക്സസൈസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. നിരന്തരമായി ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ അവൻ അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ചു, ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണോ? അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞൊരു മറുപടി ഇതാണ്. നമ്മൾ സൈക്കിളൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത് എന്നോടൊക്കെ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നീ മുന്നിലോട്ട് നോക്ക്, താഴെ പെഡലിലേക്ക് ചവിട്ടുന്ന ഭാഗത്തേക്ക് നോക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്താൽ സംഭവിക്കുക, നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ സൈക്കിൾ എവിടെയെങ്കിലും പോയിട്ട് ഇടിക്കും. ശരിയല്ലേ? ആ സെയിം സാധനമാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഗ്രാമർ പഠിച്ചാൽ ഉണ്ടാവുന്നത്. നമ്മൾ ഗ്രാമർ ഫോക്കസ് ചെയ്താൽ സ്പീക്കിങ്ങിന് ഫോക്കസ് ആവില്ല. ഒരു എക്സാമ്പിൾ, ഞാൻ എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് ഗ്രാമർ അറിയില്ല എന്നുള്ളൊരു തോട്ടുണ്ട്. ആ തോട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ എന്താ, ഐ ആം ഗോയിങ്, ഐ ഈസ് ഗോയിങ്, ആ ഒരു ചിന്തയായിരിക്കും. നമ്മുടെ ഫോക്കസ് ഫുള്ളി ഗ്രാമറിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ഗ്രാമർ നോക്കരുത്, നിങ്ങൾ സംസാരിക്കുക. പൊട്ടിത്തരാണെങ്കിൽ പറഞ്ഞോളിയും. നമ്മൾ പറഞ്ഞില്ല, നമ്മളാരും മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മളാരും പെർഫെക്റ്റ് ആകൂല, അല്ലെങ്കിൽ മെച്ചപ്പെടില്ല. നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വീണിട്ടുണ്ടായിരുന്നു. ഒരു തവണ നമ്മൾ വീണെന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ ഇരുന്നില്ലല്ലോ, നമ്മൾ വീണ്ടും എഴുതിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, നടക്കൽ സ്റ്റാർട്ട് ചെയ്തു. അതേ സാധനം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ഗ്രാമറിൽ ഫസ്റ്റ് ഫേസിൽ ഫോക്കസ് ചെയ്ത് സംസാരത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഗ്രാമർ നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമ്മൾ അറിയാതെ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അത് ഉപയോഗിക്കും, നമ്മൾ അറിയാതെ മനസ്സിലാക്കും. അപ്പോൾ ഒന്ന് ഞാൻ എന്താ പറഞ്ഞത്, സംസാരിക്കൽ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത് റിപ്പീറ്റഡ് ആവുക, അതായത് കൺസിസ്റ്റൻ്റ് ആവുക. 3 ഗ്രാമർ ഫോക്കസ് ചെയ്യരുത്. നാലാമതൊരു കാര്യം പറയാനുള്ളത്, ഇത് ശരിക്കും ഫസ്റ്റ് പറയേണ്ടതായിരുന്നു, പക്ഷെ നാലാമതായിട്ടാണ് പറയുന്നത്, നമ്മൾക്കൊരു ഗോള് വേണം, നമ്മൾക്ക് അടങ്ങാത്തൊരു ആഗ്രഹം വേണം. ഈ ഒരു അടങ്ങാത്ത ബേണിംഗ് ഡിസയർ എന്നാണ് ഇംഗ്ലീഷിലൊക്കെ പറയാം. അത് വേണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ പറയും, നമ്മൾ ഒന്നുമില്ലാത്ത സമയത്തും നമ്മൾ
ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടല്ലോ ഉള്ളെന്ന്, അതാണ് ബേണിംഗ് ഡിസയർ. അതായത് നമ്മൾ എന്നും നമുക്ക് ഇന്നിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമില്ലെങ്കിലും നമ്മളെ നിർബന്ധിക്കുക, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ നിർബന്ധിക്കുക, നീ ഇന്ന് പ്രാക്ടീസ് ചെയ്യ്, നീ ഇന്ന് സംസാരിക്കുക. അപ്പോൾ ആ ഒരു ഡിസയർ നമ്മുടെ മനസ്സിലാണ്. ഞാൻ എന്തായാലും ഒരു 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. ആ ഒരു ഉള്ളിലൊരു ത്വര ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് അത് പുറത്ത് റിഫ്ലക്റ്റ് ആകുമോ, അതെങ്ങനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒരു ഗോള് വേണം, അല്ലെങ്കിൽ ഒരു ബേണിംഗ് ഡിസയർ വേണം. 5ാമത്തെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് അതിലിങ്ങനെ അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ 1ാമത്തെ ദിവസം ഞാനൊരു 10 മിനിറ്റ് ഭാഷ പ്രാക്ടീസ് ചെയ്തു. ഭാഷ പ്രാക്ടീസ് ചെയ്യാൻ പല വഴികളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് AI ടൂളിനോട് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 നിങ്ങൾക്ക് സ്വയം സംസാരിക്കാം. 3 നിങ്ങൾക്ക് കണ്ണാടിയുടെ മുമ്പിൽ തന്നെ സംസാരിക്കാം. 4 നിങ്ങൾക്ക് മൈൻഡിനോട് പുറത്തേക്ക് ശബ്ദമില്ലാതെ സംസാരിക്കാം. 5 നിങ്ങളുടെ ഒപ്പം വീട്ടിലുള്ള ആരെങ്കിലോട് സംസാരിക്കാം. 6 അല്ലെങ്കിൽ 6 7 നിങ്ങൾക്ക് വീഡിയോ ഓൺ ആക്കിയിട്ട് അതിനോട് ഓരോ സാധനങ്ങൾ നമുക്ക് സംസാരിക്കാം. ലളിതമായിട്ട് കുഞ്ഞു സ്റ്റെപ്പ് വെച്ച് തുടങ്ങിയാൽ മതി. വി ഡോണ്ട് നീഡ് എ ബിഗ് തിങ്സ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അത് അടയാളപ്പെടുത്തി വെക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇന്ന് പ്രാക്ടീസ് ചെയ്താൽ ടിക്ക് ഇട്ടൊക്കെ ഇന്ന് 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തു. 2ാമത്തെ ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അതും അടയാളപ്പെടുത്തി വെക്കുക. 3ാമത്തെ ദിവസം പ്രാക്ടീസ് ചെയ്താൽ അതും അടയാളപ്പെടുത്തി വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കാണുമ്പോൾ നമുക്കൊരു എനർജിയാണ്. നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, നമുക്ക് ഈ പോയിന്റ്സുകൾ ഇങ്ങനെ ഗോൾഡ് കോയിൻസ് ഇങ്ങനെ കുറേ വരുമ്പോൾ കുറച്ചുകൂടെ പോയിന്റ്സ് വേണം, കുറച്ചുകൂടെ ഇത് വേണം എന്നുള്ള ആ ഒരു ഹൗ ടു സേ അബൌട്ട് ദാറ്റ്, ആ ഒരു ത്വര നമ്മൾക്ക് ഉണ്ടാവും. അപ്പം നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ അടയാളപ്പെടുത്തി വെക്കുമ്പോൾ എന്താ വെച്ചാൽ, ഒരു ദിവസം മിസ്സിങ് വന്നാൽ ഇനി ഞാൻ മിസ്സാക്കുമല്ലോ, അത് കവർ ചെയ്യണം, ആ ഒരു ആഗ്രഹം ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് എപ്പോഴും റിവാർഡ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം നിങ്ങൾക്കൊരു ഫീൽ ഉണ്ടാവില്ല, ഇന്നൊരു 10 മിനിറ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്തു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് അമേസിങ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തി വെക്കുക. അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, എവറിത്തിങ് വിൽ ടേക്ക് ടൈം. മനസ്സിലായോ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പോൾ നല്ല പേഷ്യൻ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സംസാരിക്കുക, പ്രാക്ടീസ് ചെയ്യുക. റിസൾട്ടുകൾ നിങ്ങൾ ക്വിക്കായിട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത്. റിസൾട്ടുകൾ എക്സ്പെക്റ്റ് ചെയ്താൽ നിങ്ങളൊരു 10 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു, എന്താ റിസൾട്ട് കാണാത്ത, എൻ്റെ ശരിയില്ല, അതൊന്നും നടക്കൂല, ഇംഗ്ലീഷ് പഠിയൂല എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്ത നമ്മൾക്ക് ഉണ്ടാവും. അപ്പോൾ ഭാഷ കുറച്ച് സമയം എടുക്കും അതിൻ്റെ റിസൾട്ടുകൾ കിട്ടാൻ. നേരത്തെ പറഞ്ഞല്ലോ, ജിമ്മിൽ പോയാൽ 8 ദിവസം കൊണ്ടൊന്നും നമ്മൾക്ക് മസിൽസ് വരില്ല, അതിൻ്റെതായ സമയം വേണം. അപ്പോൾ ഭാഷാ പഠനത്തിനും അതിൻ്റെതായ സമയം വേണം. സോ ബി പേഷ്യൻറ്റ്, കീപ് ട്രൈയിങ്, കീപ് ഡൂയിങ്. അപ്പോൾ ഇതേപോലെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കുറേ അനുഭവങ്ങളാണ് ഈ ചാനലിൽ പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ ഒരു ഫീലിങ്സ്, നിങ്ങളുടെ ഒരു അനുഭവം പങ്കുവെക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.